ഞാനൊന്നും അറിഞ്ഞില്ല, അതല്ലെങ്കിൽ ഞങ്ങളൊന്നും അറിഞ്ഞില്ല. ഈ വാക്യം മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുന്നത് മൂന്നാം തവണയാണ്. സുപ്രധാനമായ പ്രശ്നങ്ങളിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചത് എന്നോർക്കണം. പിന്നെ എന്തിന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നു എന്ന ചോദ്യമൊക്കെ ഉയർത്തേണ്ട സമയം ആയി എന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ഒരു മുഖ്യമന്ത്രി പറയാൻ പാടുണ്ടോ? അങ്ങനെ മുഖ്യമന്ത്രി അറിയാതെ ചിലതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ആ കസേരയിൽ ഇരിക്കാൻ മുഖ്യമന്ത്രിക്ക് യോഗ്യതയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഏതാണ് ഒന്നാമത്തെ സംഭവം ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞത്? സത്യപ്രതിജ്ഞാ വേളയിലാണ് വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ ഈരടികളും വേദിയിൽ ചൊല്ലി, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ചൊല്ലി. വന്ദേ മാതരത്തിൻ്റെ ഈരടികൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ചൊല്ലാറില്ല സാധാരണ. ഇത് മുഴുവൻ ചൊല്ലി. ആദ്യത്തെ 2 വരികളാണ് സാധാരണ ചൊല്ലാറുള്ളത്, അതാണ് അംഗീകരിക്കപ്പെട്ടത്. എന്നാൽ മുഴുവൻ ചൊല്ലി. അത് ആദ്യമായിട്ടാണ്. സ്വാഭാവികമായും വലിയ ചർച്ചയായി, വിവാദമായി. അപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ഞാനൊന്നും അറിഞ്ഞില്ല, അത് രാജ്ഭവനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ പേര് ലോക് ഭവൻ എന്നാണല്ലോ. ഗവർണറാണ് തീരുമാനിച്ചിരിക്കുന്നത്, ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന്. എന്നാൽ പരിപാടികൾ നിശ്ചയിക്കുന്നത് പൊതുഭരണ വകുപ്പുമായി ചേർന്ന് ഗവർണറുടെ ഓഫീസാണ്. പൊതുഭരണ വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. മുഖ്യമന്ത്രിയുമായി ആലോചിക്കും എന്തൊക്കെയാണ് പരിപാടി എന്നും. അതിനുശേഷം മാത്രമേ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. അപ്പോഴും പോട്ടെ എന്ന് വെച്ചു എല്ലാവരും. തുടക്കമല്ലേ, ചില ആലോചനക്കുറവുകൾ ഉണ്ടായിട്ടുണ്ടാകാം, വിട്ടുകളാം എന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും ഇതേ വാചകം പറഞ്ഞു മുഖ്യമന്ത്രി, ഞാനൊന്നും അറിഞ്ഞില്ല എന്നും. അത് ഗവർണർ നേരിട്ട് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചപ്പോഴാണ്. ഗവർണർക്ക് അത്തരമൊരു യോഗം വിളിക്കാൻ അധികാരമില്ല. അങ്ങനെ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാൻ വകുപ്പ് സെക്രട്ടറിമാർക്കും ഉത്തരവാദിത്വമില്ല. എന്നാൽ യോഗം വിളിച്ചു, വകുപ്പ് സെക്രട്ടറി പങ്കെടുക്കുകയും ചെയ്തു. ആരാണ് പങ്കെടുത്തത്? ബി അശോക്. സസ്പെൻഷനിലായിരുന്നു, തിരിച്ചെടുത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറിയാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഗവർണർ വിളിച്ച ഉടനെ തന്നെ ഫയലുമായി ലോക് ഭവനിൽ എത്തിയത് എന്നോർക്കണം. ഇത് വിവാദമായി ചർച്ചയായി. അപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ഞാനൊന്നും അറിഞ്ഞില്ല, ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് എന്നും, പ്രതിഷേധം കത്തിലൂടെ ഗവർണറെ അറിയിച്ചിട്ടുണ്ട് എന്ന്. ഒരു വാക്കുപോലും ഒരു കോൺഗ്രസ് നേതാവോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പറഞ്ഞിട്ടില്ല ഗവർണർക്കെതിരെ എന്നോർക്കണം. മുഖ്യമന്ത്രിയോട് ചോദിക്കാതെ, അതില്ലെങ്കിൽ സർക്കാരിനോട് ചോദിക്കാതെ എങ്ങനെ ഗവർണറുടെ യോഗത്തിൽ നേരിട്ട് പങ്കെടുത്തു ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന ചോദ്യം ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ചോദിച്ചില്ല. എന്താ, മുഖ്യമന്ത്രിക്ക് ഭയമാണോ ബി അശോകിനെ? അങ്ങനെയാണെങ്കിൽ ബി അശോകിന്റെ പിറകിൽ വൻ ശക്തികളുണ്ട് എന്ന് കരുതണം. ആരായിരിക്കണം ആ ശക്തികൾ? സംഘപരിവാർ തന്നെയായിരിക്കണം. ഉറപ്പല്ലേ? സംഘപരിവാറുമായി ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ ബന്ധമുള്ള ആൾ തന്നെയാണ് ബി അശോക് എന്ന് നേരത്തെ തെളിയിക്കപ്പെട്ടതാണ്. അപ്പോഴും മുഖ്യമന്ത്രി മൗനം പാലിച്ചു. ഒരു കത്തിലൂടെ പ്രതിഷേധം ഗവർണറെ അറിയിച്ച് സംഭവം അവസാനിപ്പിച്ചു. ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. ഇപ്പോഴാണ് മൂന്നാമത്തെ കാര്യം വരുന്നത്, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന്. എന്താണ്? ഓഹരി വിൽപ്പനയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ. നിയമസഭയിലാണ് പറഞ്ഞത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രശ്നം ഉന്നയിച്ചപ്പോഴാണ് പറയുന്നത്, പത്രങ്ങളിലൂടെയാണ് ഞാൻ അറിഞ്ഞത്, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന്. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി, തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി, നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതറിഞ്ഞില്ല എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് വീണ്ടും ചോദിക്കേണ്ട സമയമായിരിക്കുന്നു. ശക്തമായ പ്രതിഷേധം ഇത്തവണ അദാനി ഗ്രൂപ്പിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാനൊന്നും അറിഞ്ഞില്ല, ഇത് ഇനിയും പറഞ്ഞുകൊണ്ടേ ഇരിക്കുമോ? ആദ്യത്തെ തവണ ശ്രമിച്ചു, രണ്ടാമത്തെ തവണ പോട്ടെ എന്ന് വെച്ചു. പക്ഷെ ഇത് അങ്ങനെ പോട്ടെ എന്ന് വെക്കാൻ കഴിയുന്ന ഒന്നല്ല. കേരളത്തിൻ്റെ താല്പര്യത്തിന് എതിരെയാണ് അദാനി നീങ്ങിയിരിക്കുന്നത്. കേരളത്തിൻ്റെ പ്രതീക്ഷയായ വിഴിഞ്ഞം തുറമുഖത്തെ കുത്തകവൽക്കരിക്കാനാണ് ഇപ്പോൾ അദാനി ശ്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് അങ്ങനെ എളുപ്പം വിട്ടുകളയേണ്ടതല്ല. ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദാനി തന്ന കത്ത് പരിശോധിച്ച് നീട്ടിക്കൊണ്ടുപോയി അവസാനം ഓഹരി കൈമാറിയ കരാറിന് അംഗീകാരം നൽകാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണോ എന്ന സംശയം ഇപ്പോഴേ ഉണ്ട്. കാരണം അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ഇനി ഈ സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളണം, ഈ സർക്കാരിന്, മുഖ്യമന്ത്രി വി ഡി സതീശന് കാര്യമായ എന്തോ പ്രശ്നമുണ്ട് എന്ന്.